ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് 12 പേരുടെ നിയോഗത്തോടൊപ്പം നിങ്ങളുടെ നിയോഗം ചേർത്ത് വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിയോഗം അയച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ജെസ്സിലിൻ്റെ ബിഫാം പരീക്ഷ ജയിക്കുന്നതിന് വേണ്ടി, ജോബിൻ്റെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി, ജിസ്നയുടെ പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി, ആൻസിയുടെ മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, അമ്മുവിൻ്റെ മകന് ജോലി ലഭിക്കുന്നതിന് വേണ്ടി, ജോസിൻ്റെ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി, സിബിലിൻ്റെ ജോലി സാധ്യതകൾ നിലനിൽക്കുന്നതിന് വേണ്ടി, ടിനിക്ക് മക്കൾ ലഭിക്കുന്നതിന് വേണ്ടി, ഷിജി ആൻറ്റിൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിന് വേണ്ടി, തോമസ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി, സിമിത പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, 12 മരിയ പള്ളിയിൽ പോകാനുള്ള മടി മാറുന്നതിന് വേണ്ടി. ഇവരുടെ 12 പേരുടെ നിയോഗത്തോടൊപ്പം നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം തിരുവചനം. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രൻ താൻ ഇച്ഛിക്കുന്നവർക്കും ജീവൻ നൽകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പുത്രനും ചെയ്യാനുള്ള അധികാരം പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്തെന്നല്ലേ ഈ വചനം പറയണത്. അവൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുത്രനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും രക്ഷപ്രാപിക്കും. ഇന്ന് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ, വരുമാന മാർഗ്ഗങ്ങൾ, ഉപജീവന മാർഗ്ഗങ്ങൾ, ഈ ടോക്ക് കാണുന്നവർ, ഇത് ഷെയർ ചെയ്യുന്നവർ, അത് ആരിലൊക്കെ എത്തിക്കുന്നു, അവരെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഈ പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.